ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മൾ ഫർഗിവ്നെസ് ചെയ്തിട്ട് എന്ത് കാര്യം? ചില കാര്യങ്ങൾ ഉണ്ടാവൂലേ തിരിച്ച് തിരിച്ച് നമ്മുടെ മുറിവ് ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ ചുറ്റും ഉണ്ടാകും എന്നത്. അപ്പൊ നമ്മൾ എത്ര ഫർഗിവ്നെസ് ചെയ്തിട്ടും കാര്യമല്ല. അങ്ങനത്തെ ഒരു ഹോപ്പ്ലെസ്നെസ് വരാറുണ്ടോ? ലൈക്ക് ഇതൊക്കെ ചെയ്തിട്ട് പോലും ഇവൻച്വലി എനിക്ക് ഇതന്നെയല്ലേ പ്രശ്നം വരാൻ പോകുന്നത്, ഞാൻ തിരിച്ച് ചെയ്യേണ്ടി വരൂലേ എന്നത്. ഇല്ല, ആർക്കും മാം ആദ്യമൊക്കെ അങ്ങനെ തോന്നിയിരുന്നു. മാം ആദ്യമൊക്കെ അങ്ങനെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് അതൊക്കെ ഒരു പഠിച്ചവന് ഇട്ടുകൊടുത്തേക്കാം. നമ്മൾ നമ്മളുടെ വഴി നമ്മൾക്ക് ഫോർഗിവ്നെസ് ചെയ്യാം. പക്ഷെ അവര് അങ്ങനെ ശരിയാകുന്നില്ലെങ്കിൽ അതിനിപ്പോ നമ്മളത് മൈൻഡ് ചെയ്യണ്ട എന്നുള്ളൊരു ഇതിലാണ് ഇപ്പൊ അങ്ങനെ പോണത്. നമ്മള് നമ്മളെ മനസ്സെടുത്ത് വെക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ആയുസ്സിനും നമ്മളുടെ മെന്റൽ ഹെൽത്തിനും അല്ലേ ബാധിക്കുന്നത്. അത് വിട്ട് കളഞ്ഞാൽ പ്രശ്നമില്ല. അങ്ങനെ അപ്പൊ നമ്മള് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാ, ദാറ്റ്സ് എ ഗുഡ് റീഫ്രെയിം. എന്നാലും നെഗറ്റീവ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ഓക്കെ, പക്ഷെ ചില കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്നായിരിക്കൂല എന്നതാണ് പൊതുവെയുള്ള ഐഡിയ. ലൈക്ക് ചില ആൾക്കാർ സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണ് ഇവൻച്വലി നമ്മളുടെ എക്സ്റ്റൻഷൻ ആണ്. എന്നിട്ട് പോലും പൊതുവെ നമുക്ക് ഇങ്ങനെ തോന്നൂലേ, ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ പോലുള്ള അമ്മായിമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികള് ചിലര് പറഞ്ഞ അങ്ങനെ തന്നെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായേക്കാം, ബോസ് അങ്ങനെ ആയിരിക്കാം, ആരും ആയിരിക്കാം, നമ്മുടെ സ്പൗസ് അങ്ങനെ ആയിരിക്കാം. ലൈക്ക് നമ്മൾ അവരെത്ര ഫൊഗീവ് ചെയ്ത് കൊടുക്കുന്നു അത്രയ്ക്ക് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ഫൊഗീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടുന്നുള്ളൂ, അപ്പത്തേക്ക് നമുക്ക് ആ മുറിവ് തിരിച്ച് ഇതായി പോകുന്നുണ്ട്, കൂടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിങ്ങനെ വന്നിട്ട് ആരെങ്കിലും തോണ്ടുന്നുണ്ട് എന്നൊരു ഫീൽ വരുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഫൗസിയ പറയുന്നുണ്ട് ഉണ്ട് എന്നത്. സെൽഫ് റെഗുലേഷൻ കിട്ടാറില്ല ചിലപ്പോ. ഇതൊരു സംഗതി ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് കീപ് ദിസ് അസൈഡ്. ചില എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നത് നമ്മളുടെ അടുത്ത് കാശ് കുറെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറെ ആൾക്കാരെ സഹായിക്കണം, നമ്മളുടെ ഉറ്റോരെ അടുത്ത് ഉള്ള ആൾക്കാരെ റിലേറ്റീവ്സിനെ അങ്ങനെയായിട്ട് നമ്മൾ സഹായിക്കണം എന്ന് പറയും. പക്ഷെ പലപ്പോഴും ബൈ ദ എൻഡ് ഓഫ് ടൈം അങ്ങനെ സഹായിക്കുന്ന ആൾക്കാര് പറയും, ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കാറുണ്ട്, എന്ത് നമ്മൾ നമ്മളുടെ നല്ല കാലത്ത് കുറെ ആൾക്കാരെ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇന്ന് നമ്മളുടെ അടുത്ത് ഇല്ലാതെ ആവുമ്പോ ആർക്കും നമ്മളെ വേണ്ട, അല്ലെങ്കിൽ ഇവര് തിരിച്ചു തരുന്നത് പോട്ടെ ആർക്കും നമ്മളെ വേണ്ട എന്നൊരു അവസ്ഥയിൽ വന്നിട്ട് അവർക്കൊരു സങ്കടം ഉണ്ടാകലുണ്ട്. ഇത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓക്കെ, കേട്ടിട്ടുണ്ട്, ഫൈൻ. ഇതിന്റെ കേട്ടിട്ടുണ്ട്, കുറെ കേട്ടിട്ടുണ്ട്. അതെ, ഇത് ആക്ച്വലി വേദനയാണ് കേട്ടോ, ലിറ്ററലി നല്ല വേദനയാണ്. ഇതിപ്പോ നമ്മള് ദേഷ്യം, റിസെന്റ്മെന്റ് അങ്ങനെ ഒരു ലെവലിലോട്ട് പോകുന്ന അത്രയ്ക്ക് വേദന ഉണ്ടാവും അവർക്ക്. പറയാൻ അവർ നല്ലത് ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടാകുക ആദ്യം, എന്നാൽ പോലും. ഓക്കെ, അതേപോലെ ചിലത് ഇപ്പൊ ഇത് ആണ് കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ. നമ്മൾ നല്ല കാലത്ത് കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തു, പക്ഷെ അവർ ഇന്ന് തിരിഞ്ഞു നോക്കാനില്ല, ആരും നമ്മളെ നോക്കാനില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ പിന്നെയും കുറച്ചും കൂടി സ്റ്റുഡന്റ് ഏജിൽ നമുക്ക് അറിയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഒരു ടോപ്പിക് അറിയാന്ന് വിചാരിച്ചോളി, ആ ടോപ്പിക് നമ്മളുടെ ഫ്രണ്ട്സ് ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ ഫോർ സം റീസൺ എക്സാമിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് നല്ല മാർക്ക് കിട്ടൂല, നമ്മൾ പഠിപ്പിച്ച ആൾക്കാർക്ക് നല്ല മാർക്സ് കിട്ടും ചെയ്യും. അപ്പൊ നമുക്ക് തോന്നും നോളജ് കൊടുത്തു കഴിഞ്ഞാൽ വർദ്ധിക്കേണ്ടല്ലേ, പക്ഷെ ഇതെന്തായി, ഞാൻ കൊടുത്തപ്പോ എന്നിൽ നിന്ന് കുറഞ്ഞു പോയി എന്നൊരു ഫീലിംഗ് വരാറുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് മാം. എന്റെ സിസ്റ്റർ ഇതുപോലെ തന്നെ കേട്ടിട്ടുണ്ട്. എന്റെ സിസ്റ്റർ ഇതുപോലെ അക്കൗണ്ടൻസി എംകോമിന് അവളെ ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്തു, പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അവള് തോറ്റു, അവൻ ജയിച്ചു. നല്ല സങ്കടം തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. വാലിഡ് ഇമോഷൻസ് ആണ് ആക്ച്വലി ഇതൊക്കെ. പക്ഷെ അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്, അതിലോട്ട് വരാം ഇൻഷാ അല്ലാ. ഓക്കെ, പക്ഷെ ഞാൻ ഒരു ഐഡിയ, ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഓക്കെ,
ലൈഫിനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, നമുക്കൊക്കെ തോന്നുന്നത് എന്താണ്, നമ്മളൊക്കെ ജീവിച്ചു പോവാണെന്നല്ലേ. നമ്മൾ ശ്വസിക്കുന്നുണ്ട്, ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നോമ്പ് തുറന്നു കഴിഞ്ഞാല്, ഓക്കെ, അതിനുശേഷം നമ്മൾ നോർമലി ഇപ്പൊ ശോധന ഉണ്ട്, ഇതാക്കുന്നത്, ഉറങ്ങുന്ന, എണീക്കുന്ന, പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ വി തിങ്ക് ദാറ്റ് വി ആർ അലൈവ്, വി ഡു തിങ്ക് ദാറ്റ് വി ആർ അലൈവ്. പക്ഷെ നമ്മളിൽ നിന്ന് ആനിമൽസ് ഉണ്ടാവൂലേ, അവരിലും നമ്മളിലും തമ്മിൽ വ്യത്യാസം എന്താ ഉള്ളത്? നമുക്ക് പഠനം കേട്ടോ. ഓക്കെ, ചിന്ത ഉണ്ട്. ആര് ചിന്ത എന്ന് പറഞ്ഞു? അതിന് പൂച്ചകൾക്കും എലികൾക്കും പട്ടികൾക്കും ഒക്കെ ചിന്ത ഉണ്ടാവൂലേ? കോമൺ സെൻസ് ഉണ്ടല്ലോ. കോമൺ സെൻസ് ഐ തിങ്ക് നമ്മളുടെ കാട്ടും കൂടുതൽ ബാക്കി ഇതര പക്ഷികൾക്ക് കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും, പറഞ്ഞ ബാക്കി ജീവജാലങ്ങൾക്കും ഉണ്ട്. ലൈക് ഖബറടക്കം പഠിച്ചത്, മനുഷ്യൻ ഖബറടക്കം പഠിച്ചത് കാക്കയിൽ നിന്നാണ്. പറഞ്ഞ നമ്മളുടെ കാട്ടും കോമൺ സെൻസ്, സോഷ്യൽ സെൻസ്, എംപതി, ഈ കാര്യങ്ങളൊക്കെ പിന്നെയും ബാക്കി ജീവജാലങ്ങളിലും കാണുന്നുണ്ട്. വിവേക ബുദ്ധി, ദാറ്റ് കംസ് ക്ലോസ് എനഫ്. വിശിഷ്ട ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ കടിക്കട്ടിയുള്ള മലയാളം വേർഡ്സ് ഒന്നും പറയരുത്, എനിക്ക് അറിയാഞ്ഞിട്ടാണ്. വിശേഷ ബുദ്ധി. എങ്ങനെ വിശിഷ്ട ബുദ്ധി? ഡിഫറെന്റ് ആയിട്ടുള്ള ബുദ്ധിയോ? ബുദ്ധി. അതിന്റെ അർത്ഥം വിശേഷ ബുദ്ധി നമുക്ക് ഈ കോമൺ സെൻസ് ഉള്ള ബുദ്ധി ഇതുള്ളത് എല്ലാം ഗ്രഹിക്കാനുള്ളതുണ്ട് മറ്റുള്ള ജീവജാലങ്ങൾ അത് അപേക്ഷിച്ച് നോക്കുമ്പോ. ഓക്കെ, അല്ല അവരിലും ഉണ്ട് ആക്ച്വലി. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തന്ന ബേസിക് എക്സാമ്പിൾ, ഖബറടക്കം ചെയ്യുന്നത് നമ്മൾ മനുഷ്യന്മാർക്ക് അറിയില്ലായിരുന്നു. ഇത് നമ്മൾ പഠിച്ചത് ആരിൽ നിന്നാണ്? കാക്കകൾ, മറ്റ് ജീവജാലങ്ങളിൽ നിന്ന്. ഓക്കെ, നമ്മൾ ചിന്തിക്കും നമ്മളെ വലിയ വലിയ കാര്യങ്ങൾ നമ്മളാണ് ചിന്തിക്കുന്നത് എന്ന്. പക്ഷെ നമ്മൾ കുറെയൊക്കെ ഐഡിയാസ് ഈ ജീവജാലങ്ങളിൽ നിന്ന് ബോറോ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഡാം ഉണ്ടാക്കൂല നമ്മള്, ഡാം ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, പക്ഷെ ആ ഡാം ഉണ്ടാക്കുന്നത് പോലും നമ്മൾ ബീവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂച്ചപ്പല കുറച്ച് അങ്ങനത്തെ ഒരു ജീവിയാണ് ബീവർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആ ബീവർ ഉണ്ടാക്കുന്ന ആ മോഡലിലാണ് നമ്മളുടെ എഞ്ചിനീയേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിരീക്ഷണ പഠനം, വിശേഷ ബുദ്ധി, ഓക്കെ. അപ്പോ സംഗതി അവർക്കും ബുദ്ധിയുണ്ട്, വിവേകമില്ല, ശരിയാണ്. ഓക്കെ, വിവേകം, പക്ഷെ വിവേകം എന്താണ് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. നമ്മളെല്ലാവരും വിവേകം എന്നൊരു ഐഡിയനെ ഗ്രഹിച്ചു വെച്ചിട്ടുള്ളത് വേറൊരു രീതിയിലാണ്. അത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വിവേകം എന്തായിരിക്കും? നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതാണോ വിവേകം ഉദ്ദേശിക്കുന്നത്? നല്ലത് തിരിച്ചറിയാനുള്ള കഴിവ്. നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് നല്ലതാണോ ചീത്തയാണോ അതൊക്കെ അറിഞ്ഞിട്ട് ഒരു ബോധത്തോടെ ചെയ്യാനുള്ള ഒരു മൈൻഡ് കഴിവാണ്. കഴിവ്. അൽഹംദുലില്ലാ. സോ ദാറ്റ് ഈസ് ദ ക്ലോസസ്റ്റ്. പറഞ്ഞ നമ്മളുടെ മെറ്റാഫിസിക്സിനെ കുറിച്ച് ചിന്തിക്കുക. എന്റെ ചിന്ത എങ്ങനെയാണോ പോകുന്നത് അതിന്റെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റും. ഇത് ബാക്കി ജീവജാലങ്ങൾക്കില്ല. ഈ എന്റെ ചിന്ത എന്താണോ അതിന്റെ കുറിച്ചുള്ള ചോയ്സ്, അതാണ് നമ്മൾക്കുള്ളത് വേറെ. ഓക്കെ, ബാക്കി നമ്മളറിയാം പല ജീവജാലങ്ങളും. ഇപ്പൊ ഇവിടെ നോൺ മുസ്ലിംസും ഉണ്ടോ? നോൺ മുസ്ലിംസ് എന്തെങ്കിലും പ്രശ്നമല്ല, അവർക്കും മലക്കുകളുടെ കുറിച്ചുള്ള ഐഡിയ അറിയാലോ. ഓക്കെ, സോ ദ പോയിന്റ് ഐ എം ട്രൈങ് ടു മേക്ക് ഇസ്, ഇപ്പോ നമ്മൾ മനുഷ്യന്മാരാണ്, മനുഷ്യന്മാരല്ലാതെ ആനിമൽസ്, നമ്മളല്ലാത്ത ജീവികൾ എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഉണ്ടാവും, ജിന്നുകൾ ഉണ്ടാവും, പലരും ഉണ്ട്. പക്ഷെ നമ്മളെ ബാക്കി ജീവജാലങ്ങളിൽ നിന്ന്, ഈവൻ മലക്കുകളിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്ന ഒരേ ഒരു കപ്പാസിറ്റി, ഒരു കേപ്പബിലിറ്റി, അതെന്താന്ന് വെച്ചാല് അതാണ് ചോയ്സ്, ദ ഫ്രീഡം ഓഫ് ചോയ്സ്. ഓക്കെ, ചോയ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചിന്തിക്കുന്നത് അതിന്റെ മേലെ അടക്കം നമുക്ക് ചോയ്സ് പ്രാപിക്കാൻ പറ്റും. ഗിവൻ നമ്മൾ നമ്മുടെ ഇൻസ്റ്റിങ്ച്വൽ ബിഹേവിയറിന് കുറച്ചൊന്ന് മുകളിലോട്ട് പൊങ്ങി വരുമ്പോ, പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ മേലെ തന്നെ ഒരു ദൃഢത പ്രാപിക്കാൻ ആവില്ല, നമ്മളുടെ മേലെ തന്നെ ഒരു കൺട്രോൾ വരാൻ തുടങ്ങുമ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളുടെ തന്നെ തോട്ട്സിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഇതിനെ കുറിച്ച് നമ്മൾ പതിയെ വഴിയെ കണ്ടെത്താം. ഓക്കെ, സോ സംഗതി എന്താന്ന് വെച്ചാല്
ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്ന 3 എക്സാമ്പിൾസ് ഉണ്ട്. ഈ 3 എക്സാമ്പിൾസിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ എന്താണ്? ആ പാറ്റേൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നല്ലത് ചിന്തിച്ചിട്ടാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? ഇന്റൻഷനിൽ ഒരു പ്രശ്നമല്ല, അവരുടെ മനസ്ഥിതിയിലുള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ അവര് മനസ്സുകൊണ്ട് ചെയ്യുന്നത് ഒരു ഇന്റൻഷൻ പ്രശ്നമല്ല, അവർ ചെയ്യുന്ന ഡീഡ് നല്ലതാണ്. എന്നാൽ പോലും അതിന്റെ എൻഡില് അത് അവരെ ബാക്ക് ഫയർ ചെയ്യുന്നുണ്ട്. അത് ബാക്ക് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേദനിക്കുന്നുണ്ട്. അത് എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ് ആണ് ഹാഫ്. പക്ഷെ ഹാഫ് നമ്മുടെ കയ്യിലായിരിക്കും. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. നോക്കി, നമ്മളുണ്ടല്ലോ മനുഷ്യന്മാരായിട്ട് വരുമ്പോൾ നമുക്ക് ആയുർവേദ, യുനാനി, ഈ മെഡിക്കൽ സിസ്റ്റംസിലൊക്കെ നമ്മൾ പറയും എന്താ പറയാ 5 ധാതുക്കൾ ഉണ്ടാവില്ലേ, 5 എലിമെന്റ്സ്. ആ 5 എലിമെന്റ്സ് വെച്ചിട്ടാണ് നമ്മളുടെ ബോഡി സൃഷ്ടിച്ചിട്ടുള്ളത്. ഓക്കെ, ഫയർ, വാട്ടർ, എർത്ത്, എയർ ആൻഡ് ഈഥർ എന്നൊരു രീതിയിൽ. ഫൈൻ. അപ്പോ നമ്മുടെ ഉള്ളിൽ എല്ലാത്തിന്റെയും എലിമെന്റ്സ് ഉണ്ടാവും. ഇതിനെ തന്നെ നമ്മൾ കുറച്ചും കൂടി ഖുറാൻ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യന് നമ്മളുടെ ഉള്ളിൽ മണ്ണിന്റെ എല്ലാ രുചികളും നമ്മുടെ ഉള്ളിൽ കാണും. റൈറ്റ്? അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എല്ലാതും. അത് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഏർത്ത്ലി ബോധം അല്ല നമുക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഉള്ളിൽ ഒരു ഊതലുണ്ടായിരുന്നില്ലേ? പറഞ്ഞാൽ നമുക്ക് റൂഹ് ഇട്ട് തന്നില്ലേ റബ്ബ്? ഒരു ലൈറ്റിന്റെ സോഴ്സ് ആണത്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാക്ട്ലി റൂഹ് ഊതാന്ന് പറയുമ്പോൾ അതിന് ആ സമയത്ത് എന്തായിന്ന് വെച്ചാൽ, നമ്മളുടെ ഉള്ളിൽ ഫയർ ഉണ്ടെങ്കിൽ ലൈറ്റും ഉണ്ട് അതേ സമയത്ത്. ഓക്കെ, അപ്പോ ദിസ് ബ്രിങ്സ് മീ ടു ദ ഐഡിയ ഓഫ് ലൈറ്റ് ആൻഡ് ഫയർ കോൺഷ്യസ്നെസ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് സെഷൻ കണ്ടവർക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് സെഷനിൽ ഉണ്ടായവർക്ക് നമ്മൾ ആക്ച്വലി കോൺഷ്യസ്നെസിന്റെ മൊത്തം ചാർട്ട് കണ്ടിരുന്നു. റൈറ്റ്? ഈ മൊത്തം ചാർട്ടിൽ ഒരു മിഡ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു കറേജ് ഉള്ള സെക്ഷൻ. 1 second, let me just share that. മൊത്തം ഒരു കോൺ കാണുന്നുണ്ട്. ഇതൊക്കെ കോൺഷ്യസ്നെസിന്റെ വേറെ വേറെ സ്റ്റേറ്റ്സ് ആണ് കേട്ടോ. ഇതില് ഈ മിഡ് സെക്ഷനിലായിട്ട് വരുന്നുണ്ട് 200, 250 ന്യൂട്രാലിറ്റി എന്ന് കാണിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, കറേജ് എന്ന് കാണിക്കുന്നത്. ഈ കാണുന്ന കോൺ ഉണ്ടല്ലോ, ആ കോണിന്റെ ഹാഫ് വരെ, പകുതി വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ താഴെ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഇതിന്റെ മേലെ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. ആ കോണിന്റെ ഈച്ച് ആൻഡ് എവറി സെഗ്മെന്റ് എന്താണ്? ഓരോ കോൺഷ്യസ്നെസിന്റെ സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, എന്നാൽ അതിനെ നമ്മൾ അതിന്റെ ഓരോ സ്റ്റേറ്റ് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഗ്രോസ് ആയിട്ടുള്ള ഒരു സംഗതി കാണുന്നുണ്ട്. നേരിട്ട് അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുന്നതിന്റെ മുമ്പേ നമ്മൾ ദൂരെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ സെഷൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ എങ്ങനെയും ദൂരെ വെച്ചിട്ട് കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഹാഫ് സെക്ഷൻ വരുന്നില്ലേ, കറേജിന്റെ സ്റ്റേറ്റ്, അതിന്റെ താഴെയുള്ള സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് എന്ത്? ഈ ഫയർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആ കറേജ് ന്യൂട്രാലിറ്റിന്റെ പറഞ്ഞ ഹാഫിന്റെ മുകളിലുള്ള സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ പറയും എന്ത്? ലൈറ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, നൂർ എന്ന് പറയുന്നത്. ഐ ലവ് ടു കോൾ ഇറ്റ് ആസ് നൂർ ആൻഡ് നാർ ആൻഡ് നൂർ കോൺഷ്യസ്നെസ്. അപ്പം ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾക്ക് അഡിക്ഷൻ അറിയാലേ, ഒരേ സംഗതി നമ്മൾ കുറെ പ്രാവശ്യം അതിനോട് നമ്മൾ ആദിയായി പോയി കഴിഞ്ഞാൽ, അതില്ലാതെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്ന അതിന് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ ഇമോഷൻസ് ബേസിക്കലി എന്താണ്? നമ്മളുടെ ഉള്ളിലത്തെ കെമിക്കൽ ആയിട്ടുള്ള ട്രാൻസ്മിറ്റേഴ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിരിക്കും. ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത്? ബേസിക്കലി നമ്മളുടെ ഇമോഷൻസ് ഡിസൈഡ് ചെയ്യുന്നത്. റൈറ്റ്? നമ്മൾ എന്തെങ്കിലും പെട്ടെന്നൊരു അപകടത്തിൽ പോയി പെട്ടു, അല്ലാഹു കാക്കട്ടെ, പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യം എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ കൂടും. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാല് കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞാലുള്ള ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സർവൈവൽ മോഡിലോട്ട് പോകുന്നുണ്ട്. പറഞ്ഞാൽ ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് റെസ്പോൺസിൽ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒപ്റ്റിമൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ, സില്ലി എക്സാമ്പിൾ തരാട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓർമ്മ ഉണ്ടാവും, നമ്മൾ 10 ദിവസത്തിന്റെ സമയം തന്നു കഴിഞ്ഞ ഒരു പ്രൊജക്ട് തീർക്കാനായിട്ട് നമ്മൾ day 1 തൊട്ടിട്ട് തുടങ്ങുന്ന ആൾക്കാരാണല്ലേ? നോ, ഓഫ് കോഴ്സ് നോട്ട്. നമ്മൾ ലാസ്റ്റ് മൂമെന്റ് വരെ വെക്കും. ഇനി നാളെ ആ പ്രൊജക്ട് കൊടുക്കണം. അതെന്താ? എന്തായാലും 10 ദിവസം ഉണ്ടല്ലോ,
പിന്നെ ചെയ്യാം, 9 ദിവസം ഉണ്ടല്ലോ, പിന്നെ ചെയ്യാം. അവസാനം നാളെ രാവിലെ നമുക്ക് ആ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് രാത്രി ആയിരിക്കും നമ്മൾ ചെടപെട ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കും. എന്നാൽ അത് രസമായിട്ട് കംപ്ലീറ്റ് ആകും ചെയ്യും. നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും ചിലപ്പോൾ ബെറ്റർ ആയിട്ട് ചിലപ്പോൾ കംപ്ലീറ്റ് ആയേക്കാം. അതേപോലെ നമ്മൾ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ നോറ്റ് നമ്മൾ ഉണ്ടാക്കുമായിരിക്കും, അതിനെന്താ ടേസ്റ്റ് കിട്ടാത്തത്. പക്ഷെ പെട്ടെന്ന് ആരോ കോൾ ചെയ്തു, ആള് വരുന്നുണ്ട്, അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടാവൂല, നമ്മൾ കിട്ടുന്ന ഇതുകൊണ്ട് ഒപ്പിച്ചതായിരിക്കും, പക്ഷെ അതിന് വല്ലാത്ത ടേസ്റ്റും ആയിരിക്കും. അത് നമ്മൾ അങ്ങനെ ആദ്യം നോക്കിയിട്ട് ഓക്കെ at the rate 11th hour ചെയ്യും. ശരിയാണ്. ഓക്കെ, അപ്പൊ അത് ചെയ്യുന്ന എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാല് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി അപ്പൊ എങ്ങനെ, അപ്പൊ നമ്മൾ ജസ്റ്റ് 2 മണിക്കൂർ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്ത പ്രോജക്റ്റ്, ഓക്കെ, ഒരു അരമണിക്കൂറിൽ ഉണ്ടാക്കിയ ഭക്ഷണം, അതേ സംഗതി നമുക്ക് കൂടുതൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഈ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാത്തത്? ചിന്തിച്ചിട്ടുണ്ടോ? 2 days മുന്നേ അങ്ങനെയായിരുന്നു. അതെ, റിലേറ്റബിൾ. അപ്പൊ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് പ്രശ്നം ഇവിടെ എത്തൂല, നമ്മളുടെ മൂക്കിന്റെ ഇങ്ങനെ കുറെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എന്താവും വെച്ചാല് നമ്മളുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യും, എന്താ കോർട്ടിസോൾ ലെവൽസ് ഹൈ ആകും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഫങ്ഷനിങ് കൂടുമ്പോ എന്താണ് നമുക്ക് ഇത് എന്താ പറയാ കരയിലേക്ക് എത്തിക്കണം. നമ്മൾ ഇപ്പൊ മുങ്ങിപ്പോവും, ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മുങ്ങിപ്പോവും എന്നൊരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉള്ളത് എല്ലാം ഇട്ട് അടിക്കുന്നത്. ആ ഇട്ട് അടിക്കുന്ന സമയത്ത് എന്താവും, നമ്മൾ കരയിലേക്ക് എത്തും. ഓക്കെ, സംടൈംസ് ബെറ്റർ വേയിലെത്തും. അപ്പോൾ ഫങ്ഷനിങ് കൂടാണ് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ലെവൽ കൂടാണ് ചെയ്യുന്നത്. അതേ സമയത്ത് കോർട്ടിസോളിന്റെ വേറെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് നമ്മളുടെ ബോഡി ഉണ്ടല്ലോ, ഇമ്മ്യൂണിറ്റി കുറയും. ഓക്കെ, ഇമ്മ്യൂൺ സിസ്റ്റം, ഹോർമോൺസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇന്നത്തെ കാലത്ത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഇന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക് തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഇത്ര കൂടുന്നത്, എന്താണ് ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ ഇത്ര കൂടുന്നത്. ഓക്കെ, PCOD, PCOS അതൊക്കെ ഇപ്പൊ പോയി. ഇപ്പൊ നമ്മൾ എൻഡോമെട്രിയോസിസ്, എഡിനോമയോസിസ് അതിന്റെ കാട്ടും മുകളിലോട്ടുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നത്. വൈ ഇസ് ദാറ്റ് സോ? ബിക്കോസ് നമ്മൾ കരുതും ഒരു 50, 30, 20, 30, 40 ഇയേഴ്സ് പെണ്ണുങ്ങൾ ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട്. ഓക്കെ, പണിയെടുക്കുന്നത് ഒരു സന്തോഷ സംതൃപ്ത നല്ല സ്റ്റേറ്റിലല്ല ചെയ്യുന്നത്. ചെടപെട പണികൾ തീർക്കണം, അതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. അത് ചെയ്ത് തന്നിട്ട് തീർക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ കോൺസ്റ്റന്റ്ലി കോർട്ടിസോൾ ലെവൽ ഹൈ ആയിട്ടാണ് നമ്മുടെ ബോഡിയിൽ നിൽക്കുന്നത്. കൂടുതൽ നേരം ഇതേ സംഗതി ഇങ്ങനെ ഹൈ ആയി നിൽക്കുമ്പോ എന്താവും, ഇമ്മ്യൂണിറ്റി ഹോർമോൺ സിസ്റ്റം ഒക്കെ ഡിസ്റപ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇവൻച്വലി എന്താകും, അവരിപ്പോ സുഖമായിട്ട് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുന്ന സമയം വരുമ്പോ, ലൈക്ക് ഇപ്പൊ മക്കള് വലുതായി, ഓക്കെ, വീട്ടിലെ കുട്ടികളുണ്ട്, മരുമക്കളുണ്ട്, ഒരു പ്രശ്നമല്ല, പണികളൊക്കെ ഇന്ന് എടുക്കേണ്ട ആവശ്യമില്ല, പിന്നെയാണ് വേദനകൾ കൂടുന്നത്. വേദനകൾ എന്തിനാ കൂടുന്നത്, ബോഡിയിലത്തെ കോർട്ടിസോൾ ലെവൽ ഇപ്പോഴാണ് ഒന്ന് കുറഞ്ഞു തുടങ്ങിയത്. അപ്പോ നമ്മള് ഒരു സംഗതി ഉണ്ടാവില്ലേ, നമുക്ക് ഡേഞ്ചറിലാവുമ്പോഴല്ല സങ്കടം വരാം, ഡേഞ്ചർ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും സങ്കടം, നമ്മൾ ഇരുന്ന് കരഞ്ഞ്. കാരണം അപ്പോഴാണ് പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആകുന്നത്. നമ്മൾ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം ലെവലിലാണ്. അപ്പോ ഒരു പക്ഷെ ഇതാണ് കാരണം എന്തായി വരുന്നത്, ഇങ്ങനെ ഹൈ ലെവൽ ഓഫ് കോർട്ടിസോളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാലം നിൽക്കുമ്പോൾ ഒരു സമയം കഴിഞ്ഞ് അത് ബാക്ക് ഫയർ ചെയ്യുന്നത്, നമ്മുടെ ബോഡി ആയിട്ട് സിസ്റ്റമിക് ലെവലിൽ ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകുന്നത്. കാരണം കൊണ്ട് എന്താവും, പെട്ടെന്ന് വയ്യാതെ ആകും, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മൾ കുറച്ചൊന്ന് ട്രാക്ക് മാറി പോകുന്നുണ്ട്. സംഗതി എന്താന്ന് വെച്ചാല് നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ ലെവൽസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ. നമുക്ക് വേണ്ടത് അതാണല്ലോ. കാരണം ഒരു നിലക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സൊസൈറ്റി ലെവലിലായാലും കൾച്ചറൽ ലെവലിലായാലും നമ്മളെ പഠിപ്പിച്ചു വെച്ച കാര്യം എന്താണ്, നമ്മളുടെ വർത്ത് ഇസ് ഈക്വൽസ് ടു പ്രൊഡക്ടിവിറ്റി. നമ്മൾ എത്ര പണി എടുക്കുന്നോ അത്രയ്ക്ക് നല്ല ഇത്. അതിപ്പോ പെണ്ണുങ്ങളുടെ വീട്ടുപണി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പുറമേയുള്ള പണിയായാലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ്, നിങ്ങൾ എത്ര മാർക്സ് കൊണ്ടുവരുന്നു അത്രയ്ക്ക് ഈക്വൽസ് ടു യുവർ വർത്ത്. അപ്പൊ നമ്മളുടെ വർത്ത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിനോട് ഇക്വേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താന്ന് വെച്ചാല്, അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാല് പ്രശ്നം വരുന്നത് നമ്മൾ പ്രൊഡക്റ്റീവ് ആകുന്നതാണ് നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്, റൈറ്റ്?
അപ്പൊ നമ്മളുടെ നെർവസ് സിസ്റ്റമിന് ഒരു ഹരം പിടിക്കും. എന്ത്? ഈ കോർട്ടിസോൾ ലെവൽ കൂടുമ്പോഴല്ലേ എനിക്ക് ഫങ്ഷനിങ് ഏറ്റവും ഫാസ്റ്റ് ആകുന്നത്. അപ്പോ നമ്മുടെ ബോഡി വേറെ വേറെ വഴികളിലൂടെ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ കൂട്ടാൻ നോക്കും. ഇസ് ദാറ്റ് ഓക്കെ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. വേറൊരു രസം കൂടി ഞാൻ പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ബോഡി ഉണ്ടല്ലോ, നമ്മളുടെ ബോഡിത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ആകണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് ശരിക്കും അറിയില്ല റിയൽ എന്താണ്, ഇമാജിൻഡ് എന്താണെന്നത്. ഓക്കെ. അക്കാരണം കൊണ്ട് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ 6ന്റെയും 9ന്റെയും എക്സാമ്പിൾ തരും. ഞാൻ ഇപ്പുറത്ത് നിന്ന് നോക്കാണ്. ഓക്കെ. അപ്പോ ഞാൻ പറയുന്നത് ഇത് 6 തന്നെയാണ്, ഇത് 6 തന്നെ ആണ് എന്നൊരു വാശി എനിക്കുണ്ടാവും. പക്ഷെ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഇത് 9 ആണ്. പക്ഷെ എനിക്ക് എന്താണ് അത് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റൂല. കാരണം അത് എന്റെ കടുംപിടുത്തം വാശിന്റെ അപ്പുറം നമ്മളുടെ മൈൻഡ് അങ്ങനെയാണ് കാണുന്നത്, നോക്കി കാണുന്ന കാര്യങ്ങൾ. ഓക്കെ. അത് നമ്മളുടെ ലിമിറ്റേഷൻ ആണ്. എന്ത്? നമുക്ക് റിയലും ഇമാജിൻഡും പറയാൻ പറ്റൂല. നമുക്ക് തോന്നുന്നത് എന്താണ്, എന്റെ മുന്നിൽ ഇതാണല്ലോ, അപ്പൊ ഇതാണ് സത്യം. ഓക്കെ. ഹക്ക് ഇതാണ് എന്നതാണ് നമ്മളുടെ മൈൻഡ് സെറ്റ് ആയി നിൽക്കുന്നത്. അപ്പൊ അക്കാരണം കൊണ്ട് തന്നെ നമ്മൾക്ക് ആരെങ്കിലും ഏതെങ്കിലും ഒരു പരിപാടിയിൽ പോയി എന്ന് വിചാരിച്ചോളി, അല്ലെങ്കിൽ ഈ സെഷന്റെ എൻഡില് എന്നോട് എല്ലാരും പറഞ്ഞു, ആ മിസ്സെ നല്ല രസമായിട്ടുണ്ടായിരുന്നു, ഓസം സെഷൻ ആയിരുന്നു, ഞങ്ങൾക്ക് കുറെ പഠിക്കാൻ പറ്റി, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ആകെ ഒരാളെങ്കിലും എന്നോട് പറഞ്ഞു, എന്ത് ലൈക്ക് അതെ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ നിന്നു പോയിരുന്നില്ലേ, അതൊന്നും മോശമായിപ്പോയി, അതല്ലാതെ ബാക്കിയൊക്കെ റെഡി ആയിരുന്നു എന്ന് പറയുമ്പോൾ അവര് പറഞ്ഞതിന്റെ ആകെ ഒരു ചെറിയ 0.1% ആയിരിക്കും ഞാൻ പിടിച്ചു നിൽക്കാപ്പില്. അതിനുശേഷം എന്താകും പറഞ്ഞ, ഐ എം സേയിങ് എൻ എക്സാമ്പിൾ. ഓക്കെ. പിന്നീട് എന്താകും, ഈ സെഷനെ ഞാൻ ഓർക്കുമ്പോ ബാക്കി എല്ലാം മറന്നിട്ട് എന്റെ മനസ്സിൽ എന്തായിരിക്കും, അന്ന് ജസ്റ്റ് ആ ഒരു പോയിന്റിൽ ഞാനിങ്ങനെ നിന്നു പോയില്ലേ, അതായിരുന്നു പ്രശ്നം. ബാക്കിയൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. വൈ ഇസ് ദാറ്റ് സോ? ബിക്കോസ് പെർസീവ്ഡ് റിയാലിറ്റി. ഓക്കെ. അത് ഒരു പക്ഷെ വലിയ കാര്യമായിരിക്കൂല. ഡു യു അണ്ടർസ്റ്റാൻഡ് ഞാൻ പറയുന്നത്? ഇവിടെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇന്ററാക്ട് ചെയ്യണേ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഓക്കെ, അൽഹംദുലില്ലാ, ഫൈൻ. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ പെർസീവ്ഡ് റിയാലിറ്റിനെയും ഇമാജിൻ റിയാലിറ്റിനെയും മാറ്റി മാറ്റി നിർത്താൻ നമ്മുടെ മൈൻഡിന് അറിയില്ല. ഓക്കെ. ഇതും പ്ലസ് ഈ ഹോർമോൺസ്, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, താങ്ക് യു സോ മച്ച്, യു ആർ സോ ലവിങ് ചാറ്റ് ബോക്സ് എന്ന് പറഞ്ഞു, അൽഹംദുലില്ലാ. ഓക്കെ. അതേ സമയത്ത് ഈ ഒരു സംഗതി ഉണ്ട്, നമ്മുടെ മൈൻഡിന്റെ കളിക്കുന്ന രീതി. മറ്റൊരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വലിയ എഫക്ട്സ് ഉണ്ടാകും. അപ്പൊ അത് കൊണ്ട് സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ് മീ ജസ്റ്റ് ഗിവ് യു കേസ് സ്റ്റഡി. ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഒരു ലേഡി, ആ ലേഡിക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഓക്കെ. അതെ, ആ ചെറിയ നെഗറ്റീവ് കാര്യം മൈൻഡിൽ ഉയർന്നു വരും. ശരിയാണ്. ഒരു ലേഡി ഉണ്ടെന്ന് വിചാരിച്ചോളി. ആ ലേഡിക്ക് ഒരു സംഭവം സംഭവിച്ചു, അവരുടെ ലൈഫിൽ ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ചു. ആക്സിഡന്റിന് വേണ്ട ഒരു കാര്യം ചെയ്യാം, അവരുടെ ഹസ്ബൻഡ് പോയിട്ട് സൂസൈഡ് ചെയ്തു. ഓക്കെ. ഈ ലേഡി വർക്കിംഗ് ലേഡി ആണ് എങ്കിൽ പോലും ഒരു 20 സംതിങ് ആയിട്ടാണ്, ഒരു 20-25 ഏജിലാണെന്ന് വിചാരിച്ചോളി. 25-28 ആ ഏജിലാണ്. അവർക്ക് 2-3 കുട്ടികളുണ്ട്. എന്നിട്ട് ഹസ്ബൻഡ് പെട്ടെന്ന് പോയിട്ട് സൂസൈഡ് ചെയ്തു. എന്തിനാ? അതുവരെ അവരുടെ ലൈഫിൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല പറഞ്ഞ ലാവിഷ് ആയിട്ട് തന്നെ ജീവിച്ചിരുന്ന, പുറമെ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ലാത്തൊരു ജീവിതമായിരുന്നു അവരുടേത്. അവരുടെ ഇടയിലും പറയാൻ മാത്രം ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഓക്കെ, പക്ഷെ ഇത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് വൺ ഫൈൻ ഡേ ഷി ഗെറ്റ്സ് എ ന്യൂസ് ഫ്രം ഔട്ട് സൈഡ്, ഒരാള് മരിച്ചിട്ടുണ്ട് നിങ്ങളുടെ. അപ്പത്തേക്ക് പോലീസ് വന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ ഹസ്ബൻഡ് സൂസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ വളരെ ദരിദ്രാവസ്ഥ ആണ് ആ സമയത്ത് ആ ലേഡീന്റെ മനസ്സിൽ സംഭവിച്ചത്. റിലേറ്റബിൾ, റൈറ്റ്? ലൈക്ക് ആ സ്ഥലത്ത് നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മൾ ഒരു പക്ഷെ പൊട്ടിപ്പോകുമായിരുന്നു. ഒരു പക്ഷെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരിൽ അങ്ങനത്തെ ആൾക്കാർ ഉണ്ടായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈസ് ആക്കി കൊടുക്കട്ടെ. പക്ഷെ ദ പോയിന്റ് ഈസ്, ആ സമയത്തിന് ശേഷം അവര് നല്ല പ്രാക്ടീസിങ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റോ ഒരു പ്രൊഫഷണൽ ആയിരിക്കാം. ഓക്കെ. പക്ഷെ പിന്നീട് എന്തായി, ഈ കാര്യങ്ങളൊക്കെ ആൾക്ക് അറിയുന്നുണ്ട്.
അവര് പിന്നെ അറിഞ്ഞ എന്താണ് ഹസ്ബൻഡ് എന്തിനാണ് സൂസൈഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് പിന്നീട് അറിയുന്നത് കുറെ കടം ഉണ്ടായിരുന്നു അവരുടെ തലയിൽ. ഓക്കെ, ആ കടം കാരണം അവരുടെ നിന്നുകൊണ്ടിരുന്നിരുന്ന വീടില് ഇവർ ഇരുന്നിരുന്ന വീട് അവർക്ക് വിൽക്കേണ്ടി വന്നു. ഓക്കെ, ഇപ്പൊ വലിയ പ്രശ്നങ്ങളാണ് ഈ ലേഡീന്റെ തലയിൽ ഉണ്ടാക്കുന്നത്. എന്ത്, കുട്ടികളെ നോക്കണം, അവരുടെ ഒരു സബ്സിസ്റ്റൻസ് വേണം, അവർക്ക് ഷെൽട്ടർ വേണം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, ആ ലെവലിലാണ് അവര് പ്രശ്നത്തിൽ നിൽക്കുന്നത്. എങ്കിൽ പോലും ഇതൊക്കെ ഉണ്ടായിരിക്കെ ആള് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു 2-3 വർഷം കഴിഞ്ഞു അപ്പത്തേക്ക് ആൾക്ക് പാരാലിസിസ് വന്നു. ഓക്കെ, റൈറ്റ് സൈഡഡ് പാരാലിസിസ് കംപ്ലീറ്റ്ലി. അതിനുശേഷം എന്തായി, അവർക്ക് കൈകൊണ്ടും കാലുകൊണ്ടും ഈസി ആയിട്ട് നമ്മൾ നോർമലി വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പതിയെ അവരുടെ ഹോർമോൺസിന് പ്രശ്നം ഉണ്ടായി. തൈറോയിഡ് ഹോർമോൺ കംപ്ലീറ്റ്ലി ഇതായി. അവരുടെ പറഞ്ഞ അവർക്ക് ഒരു നിലക്കും നിൽക്കാൻ പറ്റാതെയായി. പല ഡിസീസസ് കാര്യങ്ങളും വരും. ഞാൻ ഇൻഷാല്ല പതിയെ ഇപ്പൊ, കാരണം നിങ്ങളോട് ആ ഡിസീസസ് 1 by 1 പറയാൻ അത്രയ്ക്ക് നമ്മളായിട്ടില്ല. ഞാൻ വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നില്ല, നമ്മൾ പറഞ്ഞിട്ട് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, പിന്നീട് നമ്മളൊരു 4-5 വർഷം കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കുറെ ഡിസീസസും ഉണ്ട്. ഓക്കെ, കുറെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, എന്നിട്ട് പോലും അവർക്കൊന്നും ചെയ്തിട്ട് കാര്യം ആകുന്നില്ല. പറയാൻ ഇവരൊരു സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് പലതും നമ്മൾ അറിയുന്ന ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. ഫർഗിവ്നെസ്, അഫർമേഷൻസ്, മെഡിറ്റേഷൻസ്, വാട്ട് നോട്ട്. പക്ഷെ എന്നിട്ട് പോലും ഇവരുടെ ബോഡിയിൽ അത് ഏൽക്കുന്നില്ല, അവരുടെ ലൈഫ് സ്പാൻസ് മാറുന്നില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ, പുറമേയുള്ള സർക്കംസ്റ്റാൻസസ് കാര്യങ്ങളൊക്കെ ഡിഫിക്കൾട്ട് ആണ് എങ്കിൽ പോലും അവർക്ക് ഫിസിക്കലി പ്രശ്നം വരാൻ എന്താ കാരണം ഉണ്ടായോ? പലപ്പോഴും എന്റെ പേഷ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട്, സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിന്റെ കുറിച്ചുള്ള അറിവ് കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ഗ്രഹിക്കാൻ കുറച്ചൊന്ന് ഡിഫിക്കൽട്ടാണ് ആൾക്കാർക്ക്. എന്ത്, ഈ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നം കാരണം എന്റെ ഫിസിക്കലി എന്താണ് ഇഷ്യൂ ഉണ്ടാകുന്നത് എന്നത്. അതെ, ഇമോഷൻസ് കാരണം. പക്ഷെ ഇമോഷൻസ് എങ്ങനെയെന്ന് വെച്ചാല്, ഹസ്ബൻഡ് സൂസൈഡ് ചെയ്തത് ആകെ ഒരു തവണയാണ് അല്ലെ. ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യമല്ലേ മരിക്കാൻ പറ്റുള്ളൂ, അതിനെക്കാട്ടും കൂടുതൽ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ഹസ്ബൻഡ് മരിച്ചത് ഒരു തവണയാണെങ്കിൽ പോലും ആ ലേഡിന്റെ മനസ്സിൽ ആ സൂസൈഡ് എല്ലാ 1 മണിക്കൂറിൽ അറ്റ്ലീസ്റ്റ് 2 to 3 times ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻസ് ഷീ ഈസ് റീപ്ലേയിങ് ദോസ് സീൻസ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. വൈ ഈസ് ഷീ ഡൂയിങ് സോ? ആ മൂവ്മെന്റ് നമുക്ക് പോലീസ് വന്നിട്ട് ആ ലേഡിനോട് പറയുമ്പോൾ ആ സമയത്ത് കിട്ടിയൊരു ഷോക്ക് ഉണ്ട് ആൾക്ക്. എന്താ ഇത് സംഭവിച്ചത്, ഇതെങ്ങനെ നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്തതാണല്ലോ എന്നൊരു അവസ്ഥയിൽ വന്നപ്പോ അവർക്കൊന്നും പറയാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ പോലും അവരുടെ ബോഡിയിലെ കോർട്ടിസോൾ നല്ലോണം കൂടിയിരിക്കണം. ഓക്കെ, കോർട്ടിസോൾ മാത്രമല്ല, അതിന്റെ കൂടെ വരുന്ന പലതും ഉണ്ടാവും. അസറ്റൈൽ കോലിൻ, പിന്നെ സെറോട്ടനിൻ, ഡോപ്പമിൻ, അങ്ങനെ പലതും റഷ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ സംഗതി എന്താണ്, അക്കാരണം കൊണ്ട് പിന്നെയും ആ മൂവ്മെന്റിൽ ആൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെങ്കിൽ പോലും പിന്നീട് അവർ റൂമിനേറ്റ് ചെയ്യും അതേ തോട്ട്സിന്റെ കുറിച്ച്. നമ്മളുടെ കൂടെയൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ 0.1% നെഗറ്റീവ് ആണ് നമ്മൾ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. മെന്റലി ട്രോമ ആയിട്ടുണ്ടാകും, അത് പുറത്ത് കാണില്ല. എക്സാക്ട്ലി, അത് പുറത്ത് കാണില്ല, പക്ഷെ അത് ഉള്ളിലോട്ട് റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ പറയും ടൈം ഹീൽസ് എവറിഥിങ്, പക്ഷെ അഡിക്ഷൻ ഹീൽ ചെയ്യാൻ പറ്റൂല ടൈം. അൺടിൽ ആൻഡ് അൺലെസ് ആ അഡിക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ, പറഞ്ഞാൽ ഇപ്പൊ ഒരു ആള് കള്ളു കുടിക്കാണ്, അഡിക്റ്റഡ് ആണ്, പക്ഷെ നമ്മൾ ആ കള്ള് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ടൈം ഹീൽ ചെയ്യാൻ പറ്റൂല, ആ അഡിക്ഷൻ കൂടുതലേ ചെയ്യുള്ളൂ. അപ്പൊ ഈ സംഗതി എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞ ഈ ലേഡീന്റെ ഉള്ളിൽ 4-5 വർഷം കഴിഞ്ഞിട്ട് പോലും ഓക്കെ ആ വേദനന്റെ ഓർമ്മ കുറയാൻ ആള് അനുവദിക്കുന്നില്ല. കാരണം എന്താണ്, ആ റിസെന്റ്മെന്റ് കാരണോ അതോ എന്തോ അവര് തിരിച്ചത് റീപ്ലേ ചെയ്യുന്നുണ്ട്. ആ റീപ്ലേ ചെയ്യുമ്പോൾ തിരിച്ച് ഈ കോർട്ടിസോൾ കൂടുന്നുണ്ട്. ഓക്കെ, ഈ കോർട്ടിസോൾ കൂടുമ്പോൾ അവർക്ക് അതായിട്ടുള്ള പോസിറ്റീവ് എഫക്ട്സും നെഗറ്റീവ് എഫക്ട്സും ഉണ്ടാകും. ടു ദ പോയിന്റ് ഈ ഫങ്ഷനിങ് കൂടുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് അതിനോട് അഡിക്ഷൻ വരാൻ തുടങ്ങും. പറഞ്ഞാൽ നമ്മളുടെ ബോഡി തന്നെ നമ്മളുടെ ഉള്ളിലത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടുമ്പോൾ നമ്മൾ എന്താണ് ആകുന്നു, നമ്മൾക്കൊരു ഹൈ കിട്ടുന്നുണ്ട്, ഒരു കിക്ക് കിട്ടുന്നുണ്ട്. അക്കാരണം കൊണ്ട് നമുക്ക് അഡിക്ഷൻ വരും. ഓക്കെ, ആ അഡിക്ഷൻ കാരണം എന്താകുമെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മളുടെ ബോഡി തിരിച്ചത് ചെയ്യാൻ നോക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താകും,
ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടി കൂടി വന്നു കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ പല ഡിസീസസ് ആയിട്ടും പുറത്തോട്ട് കാണാൻ തുടങ്ങും. ഓക്കെ, ഇപ്പൊ ആ ലേഡീന്റെ കേസ് മാത്രല്ല, അത് പിന്നെ ഞാൻ പറഞ്ഞത് നല്ല കടിക്കട്ടിയുള്ള അങ്ങനത്തെ ഒരു സാഹചര്യത്തിലുള്ള പ്രശ്നം. ഓക്കെ, പക്ഷെ നമ്മൾ സ്വയം നിരീക്ഷിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? ഓക്സിറ്റോസിൻ കൂടാനുള്ള കാര്യങ്ങൾ ചെയ്താല് ഏറെക്കുറെ കോർട്ടിസോൾ ഒഴിവാക്കാൻ പറ്റില്ല. ഓഫ് കോഴ്സ് കോർട്ടിസോളിന്റെ എഫക്ട് കുറയ്ക്കാൻ പറ്റും. പക്ഷേ നമ്മൾ അങ്ങനത്തെ പണി എടുക്കുന്നുണ്ടോ എന്നാണ് പ്രശ്നം. ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ സ്മൈലിംഗ് ഉണ്ടല്ലോ, സ്മൈൽ ചെയ്യുന്നത് നമ്മളുടെ ബോഡി കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ ടാസ്കുകളിലും ഏറ്റവും കുറവ് എനർജി ചെലവുള്ള സംഗതിയാണ് സ്മൈൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്കും നല്ലത്, ചുറ്റുള്ള ആൾക്കാർക്കും നല്ലത്. എന്നാ പോലും നമുക്ക് എന്ത് ഇതാണറിയോ പറഞ്ഞാൽ, ചിലപ്പോ നമുക്ക് സങ്കടം തോന്നും. എന്താണ് ഈ മനുഷ്യന്മാരെ നമ്മൾ പുഞ്ചിരിച്ചിട്ട് പോലും തിരിച്ച് പുഞ്ചിരിക്കാത്തത്, ഇല്ലേ? എന്നാൽ ചെറിയ കുട്ടികളൊക്കെ നോക്കിയേ, അവര് പൊതുവെ ഇങ്ങനെ തന്നെ ചിരിച്ചിട്ട് സ്മൈൽ ചെയ്തിട്ട് തന്നെ ആയിരിക്കും. ഓക്സിറ്റോസിൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വഴിയും എന്താണ്? സ്മൈൽ ചെയ്യുക, ചിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ജസ്റ്റ് നേച്ചറിനെ നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾക്ക് അഡിക്ഷൻ, ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ ചിലര് പറയൂലേ, ഇപ്പോ ആൽക്കഹോൾ അഡിക്ഷൻ അത്രയ്ക്ക് പ്രശ്നമാണ്, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ അത്രയ്ക്ക് പ്രശ്നമാണ്, അപ്പൊ നമ്മള് വേറെന്തെങ്കിലും ചെയ്തൂടെ? വേറെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഈ അഡിക്ഷൻ മാറ്റണം. നമ്മളുടെ ബോഡി അതിന് ആദിയായിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് വോളണ്ടറിലി വല്ല സ്റ്റെപ്പ് എടുക്കണം. എന്ത് ചെയ്യാന്? ഈ സംഗതിനെ, ഈ തോട്ട് പ്രോസസ്സസിനെ, അല്ലെങ്കിൽ ഈ അഡിക്റ്റീവ് മാറ്ററിനെ നമ്മൾ മാറ്റാന്. Does that answer the question? ബാനു ആണ് തോന്നുന്നില്ലേ? ഓക്കെ, ഫൈൻ. സോ നമ്മൾ പിന്നെ തിരിച്ച് ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഈ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വെച്ച് തിരിച്ച് കളിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, ഓക്കെ, ഇത് എൻ്റെ ഉള്ളിൽ വരുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ചില കെമിക്കൽ ആയിട്ടുള്ള സംഗതികൾ, അത് കൂടിയും കുറയുന്ന കാരണമാണ് ഞാൻ ഇതിനെ കുറിച്ച് തിരിച്ച് ചിന്തിക്കുന്നത്. ആ ആള് ഒരു പ്രാവശ്യം അത് മീൻ ചെയ്തിട്ടുള്ളൂ, അത് ഒരു പ്രാവശ്യത്തിൽ കഴിഞ്ഞ്. പക്ഷെ നമ്മൾ എന്തിനാ പിന്നെ അതിന്റെ മേലെ റൂമിനേറ്റ് ചെയ്യുന്നത് എന്നൊരു സംഗതി നമ്മളുടെ തോട്ടിനെ അഗൈൻ തിരിച്ച് തോട്ട് ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മളിപ്പോ കുറച്ചു നേരം മുമ്പ് സംസാരിച്ചില്ല, നമ്മൾ മനുഷ്യന്മാരാകുമ്പോൾ നമ്മളിൽ വരുന്ന ഡിഫറൻസ് എന്താണ്? നമ്മളുടെ തോട്ടിനെ തിരിച്ച് നമ്മൾ ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ പറ്റും. ആ നിരീക്ഷണം നമ്മൾ കൊണ്ടുവരണം. അപ്പോഴേ നമ്മൾ എന്താകുള്ളൂ? മിനിമം ജീവനുള്ള മനുഷ്യന്മാരാകുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ആനിമൽ കോൺഷ്യസ്നെസ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഇവിടം വരെ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ അൽഹംദുലില്ലാ. സോ ഇതായിരുന്നു ഒരു നെഗറ്റീവ് തിങ് ടോ ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസിന്റെ കാര്യം. പക്ഷെ ഇമോഷൻസ് കുഡ് ബി പോസിറ്റീവ് ആസ് വെൽ. ഓക്കെ, അവിടെ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ പറഞ്ഞല്ലോ കോർട്ടിസോളിന്റെ സംഗതി, അതേപോലെ ചില സാഹചര്യങ്ങൾ ഉണ്ടാവും നമ്മൾ ചെയ്ത് കഴിഞ്ഞാല് ചില ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ ഡോപ്പമിൻ കൂട്ടും. ഓക്കെ, ഡോപ്പമിനും ബേസിക്കലി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പോ വല്ല പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യം ഉണ്ടായി, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് കുറെ കാശ് കിട്ടി, അൽഹംദുലില്ലാ, നല്ല കാര്യം. അല്ലെങ്കിൽ അറിവ് കിട്ടി, അൽഹംദുലില്ലാ, നല്ല കാര്യം. പക്ഷെ അക്കാരണം കൊണ്ട് എനിക്ക് ഉണ്ടാകുന്ന ഒരു ഡോപ്പമിൻ റഷ് ഉണ്ട് എന്റെ ബോഡിയിൽ. ഓക്കെ, ആ ഡോപ്പമിൻ റഷ് കൂടുമ്പോൾ ഞാൻ എന്ത് ചെയ്യാറിയോ? പല ചിന്തകളും എന്റെ മനസ്സിൽ വരും. കാരണം ഞാൻ സന്തോഷത്തിലല്ലേ. കള്ളു കുടിച്ചവര് പെട്ടെന്ന് അവർക്ക് പറഞ്ഞാൽ കള്ളു കുടിച്ചവര് തുടക്കത്തിൽ കുറച്ചൊന്ന് കിക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് സന്തോഷമാകുന്ന കേട്ടിട്ടുള്ളത്. ചിലര് കുറെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ സങ്കടം മൊത്തം പുറത്തു വരും. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോ പ്ലഷർ, ഹാപ്പിനെസ് വി ക്യാൻ സീ. ഓക്കെ, അപ്പൊ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവൂലേ? അപ്പൊ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഡോപ്പമിനെ കൂട്ടും, ഓക്സിറ്റോസിൻ കൂടുന്നുണ്ട്, ഡോപ്പമിൻ കൂടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ ചില ഡിസിഷൻസ് എടുക്കും. ഓക്കെ, അങ്ങനത്തെ ഡിസിഷൻ ആണ് എന്ത്? നമ്മൾ ഇത് പകർന്നു കൊടുത്താലോ, നമ്മളിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കിട്ടൂലേ? അപ്പൊ നമ്മളിപ്പോ കൊടുക്കുന്നത് നമ്മളുടെ വിശാല മനസ്കത കൊണ്ടല്ല. നമ്മളിപ്പോ കൊടുക്കുന്നത് വിശാല മനസ്കത ഓക്കെ ഉണ്ടാകും, ഇല്ല എന്ന് പറയാൻ പാടില്ല. പക്ഷെ 10-20% അത്ര ഉണ്ടാവും. പിന്നെയും കുറച്ചും കൂടി നമ്മളുടെ ബുദ്ധി എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ എന്റെ അടുത്തുണ്ട്, ഇപ്പൊ ഞാൻ കൊടുക്കാം, പിന്നീട് അത് തിരിച്ചു കിട്ടൂലേ? ഓക്കെ, അപ്പോ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കത് തിരിച്ചു കിട്ടണമല്ലോ എന്നൊരു ബോധത്തിലും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്.
പ്ലസ് നമ്മുടെ ബോഡിയിലത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമ്മുടെ ബോഡിയിലത്തെ ഡോപ്പമിനും സെറോട്ടണിനും ഓക്സിറ്റോസിനും കൂടിയ കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സംഗതി, ആ ഡീഡ് ചെയ്യുന്നത്. അപ്പൊ എന്താകും, ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ കുറയും. കാരണം ഇമോഷൻ കോസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ള സംഗതികളുടെ ബേസിക് ആയിട്ടുള്ള ഇതാണ്, അതിന്റെ ഫിത്രത്താണ്, അതിന്റെ നേച്ചറാണ് എന്ത്, ആഫ്റ്റർ സം ടൈം അത് തിരിച്ച് കുറഞ്ഞു വരും. അത് കുറയുമ്പോ എന്താവും, അല്ല ഞാൻ ചെയ്യണ്ടായിരുന്നു കേട്ടോ, എന്റെ പോയില്ലേ, അവന്മാരാണ് ശരിക്കും പണി തരുന്നത് എന്നർത്ഥം. അവന്മാർ, ഓ യെസ്, അവന്മാരാണ് പണി തരുന്നത്, റൈറ്റ്. അങ്ങനെയല്ല, അത് പിന്നെ എന്തായെന്ന് അറിയാം, നമ്മൾ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്തു. ചോയ്സ് നമ്മളുടെ കയ്യിലാണല്ലോ, നമ്മൾ ആരാനും പിടിച്ചിട്ട് പറഞ്ഞാൽ പോരാലോ, അതുള്ളത് നമ്മളുടെ ഉള്ളിലല്ലേ. ഈ അവരുടേതുപോലെ ഹോർമോൺസ്, കെമിക്കൽ ട്രാൻസ്മിറ്റേഴ്സ്, അവരുടെ പണി എന്താണ് അതവര് ചെയ്യുന്നുണ്ട്. അവർക്ക് അത്ര അറിയുള്ളൂ, അവർക്ക് ബുദ്ധി ഉണ്ടോ, അവർക്ക് നമ്മൾ പറഞ്ഞതുപോലെ വിവേകമുണ്ടോ, വിശിഷ്ട ബുദ്ധി ഉണ്ടോ, ഒന്നുമില്ലല്ലോ. അവരെന്താണ്, ജസ്റ്റ് കെമിക്കൽസ് ആണ്. അവർ റിലീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഹൈ ആയിരിക്കും, ചിലപ്പോൾ ലോ ആയിരിക്കും. ഈ തീ കണ്ടിട്ടില്ല, തീ ആളി കത്തുന്നത് നല്ല രസമാണ് കേട്ടോ. നമ്മുടെ എന്താ പറയാ, ഈ കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ തീ പിടിപ്പിക്കുന്ന സംഗതി എന്തായി കഴിഞ്ഞാലും, ഇപ്പൊ അത് മാജിസ്റ്റിക് ആയി കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ എക്സ്പ്ലോഷൻ ആയിട്ടാണ് അത് ഇതാകുന്നത്. അത്രയ്ക്ക് നിങ്ങൾ ക്ലോസ്ലി നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ബേസിക്കലി ഫോസ്ഫറസ് ആയിട്ടുള്ള ഐറ്റംസ് ആയി കഴിഞ്ഞാല് അത് നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കത്തലല്ലോ ചെയ്യുക, ആയിട്ടാണ് കത്ത. ഓക്കെ, അതേപോലെ നമ്മൾ ഈ പൂത്തിരി കാര്യങ്ങള് എന്താ പറയാ, ദിവാലിയില് പടക്കങ്ങൾ പൊട്ടിക്കുന്ന സമയത്തൊക്കെ ഈ പിടിക്കുന്ന സംഗതി ആണെങ്കിൽ അത് എക്സ്പ്ലോസീവ് ആയിരിക്കും. ഓക്കെ, ഒരു ഹൈയിൽ പോയിട്ടാണ് ലോയിലോട്ട് വരാം എന്നൊരു സംഗതി ഉണ്ട്. എന്നാ നന്മ ഇപ്പൊ എല്ലാതും വരുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കാരണമാണോ, ഈ കെമിക്കൽ പ്രോബ്ലംസ് കാരണമാണോ, നമ്മുടെ ഉള്ളിലത്തെ ഫയർ എലിമെന്റ് കാരണം തന്നെയാണോ? ഫയർ നമ്മൾ ഇതുവരെ ഉദ്ദേശിച്ചിരുന്നത് എന്തായിരുന്നേ, നെഗറ്റീവ് മാത്രമാണ് നമ്മൾ കണ്ടുവച്ചിരുന്നത് അല്ലേ. നാർ, ജഹന്നം, ഓക്കെ, ഫയർ എന്ന് പറഞ്ഞാൽ അപ്പൊ നെഗറ്റീവ്. നോ, ഫയർ ഇസ് നോട്ട് നെഗറ്റീവ്. ഫയർ ക്യാൻ വർക്ക് ആസ് പോസിറ്റീവ് ആസ് വെൽ. നമ്മള് ഇബ്ലീസ് നമ്മളെ എന്താ പറയാ, സ്വർഗത്തിന്ന് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിന്ന് ഇത് ചോദിച്ചിരുന്നില്ലേ, ലൈക്ക് നമ്മളൊക്കെ അവിടുന്ന് പുറപ്പെട്ടിട്ട് ഈ ഭൂമിയിലോട്ട് വരുന്ന സമയത്ത് ഇബ്ലീസ് പറഞ്ഞൊരു സംഗതി ഉണ്ട്, ഈ വിറ്റിങ്ങളെ ഉണ്ടല്ലോ, ഞാൻ ഇവരുടെ മുന്നിൽ നിന്ന് വരും, പിന്നിൽ നിന്ന് വരും, റൈറ്റിൽ നിന്ന് വരും, ലെഫ്റ്റിൽ നിന്ന് വരും, അവര് ഓർക്കാത്ത എല്ലാ വഴികളിലും ഞാൻ അവരെ ഇങ്ങനെ പാളി നിന്ന് കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. അപ്പൊ ഇബ്ലീസ് ജസ്റ്റ് ഈ എന്താ പറയാ, ആൽക്കഹോൾ പിടിച്ചിട്ടോ ചെറിയ വസ്ത്രങ്ങൾ ഇട്ടിട്ടോ മോഡായിട്ടോ അങ്ങനെയല്ല വരാം. ഇബ്ലീസ് ചിലപ്പോ നല്ല വെള്ളക്കുപ്പായം, വെള്ളത്തൊപ്പി, വലിയ താടി, പർദ്ദ ഒക്കെ ഇട്ടിട്ടാണ് ആയിരിക്കും ചിലപ്പോ വരാം. ഖുറാനൊക്കെ കയ്യിൽ ചിലപ്പോ പിടിച്ചിട്ടുണ്ടായേക്കാം, പറഞ്ഞ ഖുറാന്റെ പോലത്തെ ഒരു പുസ്തകം കയ്യിൽ പിടിച്ചിട്ടുണ്ടായേക്കാം. ഖുറാനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതി തൊടാൻ പറ്റൂല. ഓക്കെ, അപ്പോ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫയർ എന്ന് പറഞ്ഞാൽ, ഞാന് അങ്ങനെയല്ല കേട്ടോ കോൺഷ്യസ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു തരാന്, ബാക്ക് ടു ദ പോയിന്റ്. ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഉള്ളിലത്തെ കെമിക്കൽ ആയിട്ടുള്ള ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഫയർ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിട്ടുള്ള എന്റെ ബോധം ഉണ്ടല്ലോ, ഈ എന്റെ ബോഡി റിലേറ്റ് ആയിട്ടുള്ള ബോധം. കാരണം ഈ ബോഡിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് ധാതുക്കളിൽ നിന്ന്, ഫയർ, വാട്ടർ, എർത്ത്, എയർ, സ്റ്റഫ് ലൈക്ക് ദാറ്റ്, റൈറ്റ്. പക്ഷെ എന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്, നൂറുണ്ട് അല്ലെ. ആ റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഊതിയ ആ നൂറ് എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ കോൺഷ്യസ്നെസ്സിനും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു രസകരമായിട്ടുള്ള സംഗതി കേട്ടോ, എനിക്ക് നിങ്ങളിപ്പോ ഖുറാനിലെ ആയത്തുൻ നൂറ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നൂറിനല്ല നൂറെന്ന് പറയുന്ന സ്ഥലത്ത് അള്ളാഹു പറയുന്നത് എന്താണ്? അപ്പൊ ഈ ആയത്തില് ബിസ്മില്ലാ പറയുന്ന എന്താണ്? വലൗ ലം തംസസ്ഹു നാർ നൂറുൻ അലാ നൂർ. പറഞ്ഞ നൂറുണ്ട്, നാർ ചുറ്റും ഉണ്ട്, പക്ഷെ അത് തൊട്ടിട്ടില്ല എന്നല്ലേ പറയുന്നത്. പറഞ്ഞ നമ്മളുടെ ചുറ്റും നാർ ഉണ്ടാകും, പല രീതിയിലും പല പ്രശ്നങ്ങളും നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ നമ്മുടെ ചുറ്റും ഉണ്ടാകും. പക്ഷെ അത് നമ്മളുടെ ചുറ്റും ഉണ്ടായിട്ട് പോലും നമ്മൾ ആ തിരി ഉണ്ടല്ലോ, ആ തിരിനാളം, ആ കമിഷ്കാത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ തിരി എന്താ പറയുന്ന ആ ഓയിലിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ്. ഏത് ഓയിലാണത്? ഒലിവിന്റെ, സൈത്തൂന്റെ ഓയിലാണ്. ഈസ്റ്റിലും അല്ല വെസ്റ്റിലും അല്ലാത്ത, അങ്ങനെ പറഞ്ഞു ഒരിക്കലും വീക്ക് ആകാൻ പറ്റാത്തൊരു ഓയിൽ.
എന്നാ ഓയില് നിറഞ്ഞിട്ടുള്ള ആ തിരി അതുമേ ഫയർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അത് കത്തും അല്ലേ? ഓഫ് കോഴ്സ് കത്തും അല്ലേ? എന്നാ പോലും അതില് ഫയർ ചുറ്റും ഉണ്ടെങ്കിൽ പോലും അക്കാരണം കൊണ്ടാണ് ലവ് തംസസ്സു നാറെന്ന് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ് ചുറ്റും ഫയർ ഉണ്ടെങ്കിൽ പോലും അതിനെ തൊട്ടിട്ടില്ല. അത് തൊടുമായിരുന്നെങ്കിൽ ഇത് നാറാകുമായിരുന്നു. ഇത് നാറായിട്ടില്ല. എന്നാ പോലും അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു നൂർ വരുന്നുണ്ട്. അതാണ് നൂറുൻ അലാ നൂർ എന്ന് പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ നമ്മുടെ ഉള്ളിൽ ലൈറ്റ് ഉണ്ട്, നമ്മുടെ ചുറ്റും നാർ ഉണ്ട്, എങ്കിൽ പോലും അതിനോട് നമ്മൾ ഇൻഫ്ലുവൻസ് ആകുന്നില്ല. ആ ഇൻഫ്ലുവൻസ് ആകാത്തത് എന്തുകൊണ്ട്? ഒരാള് നാച്ചുറലി പറയും എന്ത്, ആ തിരിനാളം എണ്ണ കൊണ്ട് നിറഞ്ഞിരിക്കുന്നല്ലേ, ചുറ്റും നാർ അല്ലേ, ആ നാർ വന്നിട്ട് തൊട്ട് പറഞ്ഞ അത്രയ്ക്ക് അടുത്ത് നിൽക്കുന്ന സമയത്ത് ക്യാച്ച് ചെയ്യൂലേ ഫയർ. പക്ഷെ അത് ക്യാച്ച് ചെയ്യാത്തത് എന്തുകൊണ്ട്? അവിടെയാണ് ആക്ച്വലി എന്താ പറയാ, ഒരു റിയൽ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, റിയൽ ബിലീവേഴ്സിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ കിടക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ വിവേകബോധം കിടക്കുന്നത്, റൈറ്റ്? ഒരു ലൈറ്റ് കോൺഷ്യസ്നെസ്സിലുള്ള ആളുടെ ബോധം കിടക്കുന്നത്. കാരണം എന്താണ്? അവര് ആ മൂമെന്റിലും മനസ്സിലാക്കും എന്ത്, എന്റെ അടുത്തൊരു ചോയ്സ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ഇതിനെ എന്നെ ടച്ച് ചെയ്യാൻ തന്നിട്ട് ഞാൻ നാറായിക്കോളാം, ഒരു പ്രശ്നമല്ല. പക്ഷെ എന്റെ അടുത്ത് വേറൊരു ചോയ്സും കൂടി ഉണ്ട്, എന്ത്, ഇതിനെ തൊടണ്ട, എന്നാലും ഞാൻ നൂറായി നിൽക്കാം എന്നത്. ഓക്കെ, അത് കുറച്ചും കൂടി ഞാൻ ഖുറാനോട് കോറിലേറ്റ് ചെയ്യാൻ നിന്നതാണ്. പക്ഷെ ഐഡിയ, ദ ബേസിക് ഐഡിയ ഇസ് വാട്ട്, നമ്മുടെ ഉള്ളിലുള്ള നാർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഫയർ കോൺഷ്യസ്നെസ് ചില സമയങ്ങളിൽ നമ്മളോട് എന്ത് ചെയ്യിപ്പിക്കും? നന്മ ചെയ്യിപ്പിക്കും. പക്ഷെ അങ്ങനെ ഫയർ കോൺഷ്യസ്നെസ്സിൽ നിന്നിട്ട് പറഞ്ഞ ആ 200ന്റെ കറേജിന്റെ താഴെയുള്ള ഏത് കോൺഷ്യസ്നെസ്സിൽ നിന്നിട്ടും നമ്മളൊരു നന്മ ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ച് ബാക്ക് ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് അത്രയ്ക്ക് എടുങ്ങാറുണ്ടാക്കും. ആൻഡ് ദാറ്റ് എടുങ്ങാറ് ഇസ് റിയൽ, ദാറ്റ് പെയിൻ ഇസ് റിയൽ. പക്ഷെ ആ സമയത്ത് നമ്മൾ ചിന്തിക്കാം, ഈ ഫയർ എന്നെ തൊട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത്. തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ, it takes no time, you can actually come from nar to noor, you can go from fire to noor. How does that happen? You look within yourself, as simple as that. അതെങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഇൻഷാല്ല വരാൻ പോകുന്ന സെഷൻസിൽ പറയാട്ടോ പതിയെ. കാരണം ഇപ്പോ അറ്റ്ലീസ്റ്റ് കോൺഷ്യസ്നെസ് വരണം, അവയർനെസ് വരണം, ഇതെന്താ സംഗതികൾ എന്ന് പറഞ്ഞ്. ഒരു ദിവസം ഞാൻ എല്ലാതും തന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നും കിട്ടാതെ പോകും. ഇപ്പൊ ഇതുവരെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ അല്ലേ, റെഡി ആയില്ലേ, ഫയർ കോൺഷ്യസ്നെസ് മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ഇപ്പൊ ഞാൻ ലൈറ്റ് കോൺഷ്യസ്നെസിന്റെ കുറിച്ച് അത്രയ്ക്ക് ഡീറ്റെയിലിൽ പറഞ്ഞിട്ടില്ല, കാരണം നമ്മുടെ അടുത്ത് സമയം ഒന്ന് കുറവാണ്. എന്നാൽ പോലും ഒരു ബേസിക് ഐഡിയ ഞാൻ പറയാം. ചില നന്മകൾ നമ്മൾ ചെയ്യുന്നത് ലൈറ്റ് കോൺഷ്യസ്നെസ് ആയിരിക്കും, പറഞ്ഞ നൂർ കോൺഷ്യസ്നെസ് ആയിരിക്കും. ആ നന്മയിലും ഫയർ കോൺഷ്യസ്നെസ്സിലുള്ള നന്മയിലും ഉള്ള വ്യത്യാസം എന്തെന്ന് ചോദിക്കൂല നമ്മള്. പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ പോരെ, ശരി, ഇപ്പൊ ഞാൻ നല്ലത് ചെയ്താലും പ്രശ്നം തന്നെയാണല്ലോ, അപ്പൊ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു അവസ്ഥയിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ട്, നമ്മളെ തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഉള്ളിലോട്ടൊരു ബോധം പോണ്ടേ, എന്തപ്പോ ഞാനിപ്പോ ചെയ്യുന്നത്, ഇത് എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, ഇതില് ഒരു പ്യൂരിറ്റി ഓഫ് ഇന്റൻഷൻ ഉണ്ടോ? എക്സാക്ട്ലി, ഇൻട്രോസ്പെക്ഷനും സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ട് ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് ആക്ച്വലി എന്തുകൊണ്ട് എന്നത്. നമ്മള് നൂർ കോൺഷ്യസ്നെസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റിന്റെ കോൺഷ്യസ്നെസ് ഒരു സംഗതി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഡെപ്ത് ഉണ്ടാവില്ല, ഒരു കാംനെസ് ഉണ്ടാവും. ഓക്കെ, ഒന്നുണ്ട് ഹാപ്പിനെസ്, നമ്മള് എലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഈ ഹിന്ദിയിൽ ഒരു പാട്ടുണ്ട്, ആജ്കൽ പാവ് സമീ പർ നഹി ലഗ്തേ മേരെ എന്ന് പറയുന്ന പോലത്തെ, പറഞ്ഞ നമ്മൾ ഇങ്ങനെ പറന്ന് നടക്കായിരിക്കും. അത് കാം ഗ്രൗണ്ടഡ് അല്ല. ഓക്കെ, കാം ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സംഗതി ആയിരിക്കും എന്ത്, നമ്മൾ നൂർ കോൺഷ്യസ്നെസ് ചെയ്യുന്ന സംഗതി. എക്സ്പാൻസീവ് ആയിരിക്കും, ഇവോൾവിംഗ് ആയിരിക്കും. അപ്പോ ഫോർ നൗ, until our next session, I want you to just, whenever you do something, അത് ചെയ്യുന്നതിന്റെ ജസ്റ്റ് മുമ്പ് ഒന്ന് നിൽക്കുക, നമ്മളുടെ ഉള്ളിലോട്ട് നോക്കുക. നമ്മള് കുറച്ചു നേരം ഈ സംഗതിനെ വിട്ടുകഴിഞ്ഞാൽ, കാരണം നാർ കോൺഷ്യസ്നെസിന്റെ സ്പെഷ്യാലിറ്റി എന്താ ഞാൻ പറഞ്ഞത്, അത് എങ്ങനെ ഫാസ്റ്റിൽ കൂടുന്നോ അത്ര ഫാസ്റ്റിൽ അതെന്ത് ചെയ്യും, കുറഞ്ഞു വരും ചെയ്യും. ഓക്കെ, കുറഞ്ഞു വന്ന് കെടും ചെയ്യും. നൂർ കോൺഷ്യസ്നെസ് അങ്ങനെയല്ല. നൂർ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ സ്റ്റഡി ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ ഒരു ഡിസിഷൻ നമുക്ക് ഒരു മൂമെന്റിൽ കുറെ സന്തോഷം തോന്നിക്കുന്ന ഒരു സംഗതി ആയാലും, കുറെ സങ്കടം, ദേഷ്യം, അങ്ങനെ ഏതെങ്കിലും വേറെ ഇമോഷൻസ് ആയി കഴിഞ്ഞാലും, ഇമോഷണൽ ആയിട്ടാണോ
വികാരത്തിന്റെ പുറത്ത് നമ്മൾ അത് ചെയ്യാണോ അതോ വിവേകത്തിന്റെ പുറത്ത് ചെയ്യാണോ എന്ന് എക്സാമിൻ ചെയ്യേണ്ട ബേസിക് ലിറ്റ്മസ് ടെസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സംഗതി നമുക്ക് തോന്നൂലേ, ആ തോന്നുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കണ്ടേ. കാരണം പുറത്തുനിന്നൊരു സംഗതി വന്ന് എന്റെ ഉള്ളിൽ അത് ഞാൻ നോക്കുന്നു, എന്നിട്ടാണ് ഞാൻ ആക്ഷൻ എടുക്കാൻ പോവുക. പക്ഷെ ആക്ഷൻ എടുക്കുന്നതിന്റെ മുമ്പ് ഒന്ന് നിൽക്കുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നിന്നാലും മതി. ഇത് എന്താണ്? കുറച്ചു നേരം നിന്നിട്ട് അത് തന്നെ കുറയാണെങ്കിൽ, ആ നിക്കല് ഞാൻ പറയുന്ന പോലെ ഈസി അല്ല കേട്ടോ, പറയാൻ കുറെ സിമ്പിൾ ആണിത്. പക്ഷെ എക്സ്പീരിയൻസ് രാജാവ്, ഇത് തീരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് അല്ല. നമുക്ക് എന്തൊക്കെയോ ഇങ്ങനെ താഴ്ത്തുന്ന മേലെ കയറി വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പിടിച്ചു നിൽക്കണം. അതാണ് ആക്ച്വലി ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദുൽ അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ നമ്മളുടെ ഉള്ളിൽ വരുന്ന വോർ, നമ്മളുടെ ഉള്ളിൽ വരുന്ന ഈ കോൺഫ്ലിക്ട്, ആ കോൺഫ്ലിക്റ്റിൽ ജയിക്കുന്ന എപ്പോഴാണ്? ജയിക്കുന്നത് നമ്മള് കാംനെസ് ഉണ്ടാകുമ്പോൾ, നാരല്ല നൂറിന്റെ പുറത്ത് നമ്മൾ ആക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ജയിക്കുന്നുള്ളൂ ആ കോൺഫ്ലിക്റ്റില്, ആ ജിഹാദില്. അതിനെക്കാട്ടും ഡീറ്റെയിൽ ഉണ്ടിട്ടോ, ഞാൻ ബേസിക് ആയിട്ട് ഈ ലെവലിൽ പറഞ്ഞുതരാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് നിൽക്കുക, എന്നിട്ട് ഇത് പാസ് ഓൺ ആകുന്നുണ്ടോ എന്ന് നോക്കുക. പാസ് ആയി കഴിഞ്ഞാല് അത് കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എക്സാക്ട്ലി നഫ്സിനോടുള്ള ജിഹാദ്. അപ്പൊ ഈ ഇമോഷൻ, ഈ സംഗതി എനിക്ക് ഫീൽ ചെയ്യുന്ന സംഗതിയില്ലേ, അത് തന്നെ കുറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നൂറല്ല ട്ടോ, ഇത് നാറാണ്. അപ്പൊ ഇതിന്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് പുറമേ ഉള്ള ആൾക്കാർക്ക് നന്മയായിട്ട് കണ്ടാ പോലും അതെന്താകും? അത് പോകും. അത് പോയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് വരുന്ന വേദന മാത്രമായിരിക്കും. വേദന മാത്രമല്ല, നമ്മൾ റിസെന്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ ദേഷ്യത്തിന്റെ പുറത്ത് മാത്രമല്ല റിസെന്റ്മെന്റ് ഉണ്ടാകുക. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസിൽ, ഓള് ഞാൻ പഠിപ്പിച്ചു തന്ന സംഗതി കൊണ്ട് ജയിച്ച് കണ്ട, ഓക്കെ, ഒരു റിസെന്റ്മെന്റ് ഉണ്ടായിപ്പോയില്ലേ. അതേപോലെ അവര് നമ്മൾ കൊടുത്തിട്ടാണ്, അവര് എവിടെ കിടക്കുന്ന ആൾക്കാരായിരുന്നു, നമ്മൾ കൊടുത്ത കാര്യങ്ങൾ കൊണ്ടാണ് അവർ എവിടെ എത്തിക്കുന്നു, പക്ഷെ നമ്മളൊക്കെ ഇവിടെ തന്നെ ആയിപ്പോയി. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു റിസെന്റ്മെന്റ് കയറി വരാണ്. അത് ഇവൻച്വലി നമ്മളൊരു പീസ്ഫുൾ കാംഫുൾ സ്റ്റേറ്റിൽ നിന്ന് എന്താക്കുന്നുണ്ട്? മാറ്റുന്നുണ്ട്. നൂറ് ബോധത്തിൽ നിന്ന് മാറ്റിയിട്ട് നാർ ബോധത്തിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഹോപ്പ്ഫുള്ളി ദിസ് വാസ് ഹെൽപ്ഫുൾ. ഇറ്റ് വാസ് ഒരു പേർപ്പസ്ഫുൾ ആയിട്ടാണ് നമ്മളിത് ആക്കിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കട്ടെ ഇത് നമുക്ക് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കാർക്കും ഉപകരിക്കപ്പെടട്ടെ റിയൽ ലൈഫിൽ ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ this time is open for you. മാം ഒരു ആഡ് ഷെയർ ചെയ്തില്ലായിരുന്നോ? അത് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുന്നേ. എന്ത് ഒരു ആഡ് ഷെയർ ചെയ്തില്ലായിരുന്നോ? ആയത്ത്? ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്യാട്ടോ. ഇത് ആയത്ത് 100 സൂറ 100-ലുള്ള 104 100 പറയുന്ന ആയത്തില്ലേ, ഓക്കെ, അത് 24-ാമത്തെ സൂറത്തിന്റെ 35-ാമത്തെ ആയത്താണ് കേട്ടോ. സൂറ 100-ന്റെ 35-ാമത്തെ ആയത്ത്. താങ്ക് യു സോ മച്ച്. ചാറ്റ് ബോക്സിൽ കാണുന്നുണ്ട് കേട്ടോ. ജസാക്കല്ലാഹു ഖൈറൻ കസീറ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് കോംപ്ലിമെന്റ്സ്. അൽഹംദുലില്ലാ. യെസ് മാം പറഞ്ഞില്ലേ പിന്നെ ഏർലി ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്നത് കോർട്ടിസോളിന്റെ ലെവൽ കൂടിയിട്ടാണെന്ന്. അത് ശരിക്കും അങ്ങനെ തന്നെ? ശരിക്കും അല്ലാത്തത് ഞാൻ പറയൂലല്ലോ. വേറൊരു കാര്യമുണ്ട്, അത് വൺ ഓഫ് ദ റീസൺസ് ആണ് കേട്ടോ. ഞാൻ പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഒരിക്കലും എടുക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലെവലിൽ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷെ അത് കണ്ടുവരുന്നുണ്ട് അങ്ങനെ തന്നെ. എന്ത്, നമ്മൾ കൂടുതൽ ടൈം വരെ കൂടുതൽ കോർട്ടിസോൾ ലെവൽസ് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ആയി വരും. പക്ഷെ വേറെ പല ഫാക്ടേഴ്സും ഉണ്ടാകും എന്ത് ചെയ്യുന്നത്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിനെ നമ്മൾ പറയും കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് തൈറോയിഡ് ഉണ്ട്. എങ്ങനെ? 27th ഏജിൽ തൈറോയിഡ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ഹൈപ്പോതൈറോയിഡിസം. അതെ, പക്ഷെ അത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടാവുന്നുള്ളതാണ്. പക്ഷെ എന്റെ അടുത്ത ഫാമിലീസിൽ ആർക്കും ഇല്ലാണോ. അത് അങ്ങനെയാണ് ആക്ച്വലി. എന്താ റീസൺ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവണില്ല.
റീസൺസ് ഒന്നും ഐ തിങ്ക് നിങ്ങൾ പേഴ്സണലി ഒന്ന് കോൺടാക്ട് ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലായിട്ട് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ അത് ആൾക്കാരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇതിൽ നമ്മൾ പറയാതെ നിൽക്കുന്നതല്ലേ നല്ലത്. പക്ഷെ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന എന്താണെന്നറിയോ, തൈറോയിഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാല് നമ്മള് ഇത് തന്നെ പ്രശ്നം, വർത്ത് ഇസ് ഈക്വൽസ് ടു പ്രൊഡക്ടിവിറ്റി ആയിട്ട് വരുമ്പോൾ ഇതേ സംഗതി പറഞ്ഞ ഈ സിറ്റുവേഷനിൽ അത് ആക്ച്വലി അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ GNM GHK എന്ന് പറഞ്ഞിട്ടൊരു സയൻസ് ഉണ്ട് കേട്ടോ. ആ സയൻസിൽ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ എത്തേണ്ടോടത്ത് നമുക്ക് എത്താൻ പറ്റുന്നില്ല, എത്തണം പക്ഷെ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിൽ കൂടുതൽ കാലം നിന്ന് കഴിഞ്ഞാലാണ് എന്താകുന്നത്, നമ്മളുടെ തൈറോയിഡ് ഹോർമോൺ ഇതാകുന്നത്, കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആകുന്നത്. ഇതിന്റെ തുടക്കം കണ്ടുവരാൻ എന്താണ്, മെറ്റബോളിസം പ്രശ്നം ഉണ്ടായിക്കൊണ്ടാണ് തുടക്കം കണ്ടുവരാം. പക്ഷെ പിന്നീട് എന്തായി വരും, ആ മെറ്റബോളിസം എത്തിക്കാൻ പറ്റാത്ത കാരണം ഈ തൈറോയിഡ് ഹോർമോണിന്റെ ഫങ്ഷൻ കംപ്ലീറ്റ്ലി ഡിസ്റപ്റ്റ് ആവും എന്നുള്ളതാണ്. ഐ വുഡ് റിക്കമെൻഡ് എനിക്ക് നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുക എന്നുള്ളത്. നമ്പർ അറിയാമെങ്കിൽ ആദ്യം തന്നിനെ അതേ നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ.